ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്റ്റ ആണ് കേട്ടോ. 2017 മോഡൽ സിംഗിൾ ആർ സി വണ്ടി. രജിസ്ട്രേഷൻ വന്നിട്ട് KL 58 വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർണർ നോക്കുവാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. ഒറ്റ ഒരാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർ കമ്പനി സർവീസ് എടുക്കുന്ന ഒരു നീറ്റ് ക്വാളിറ്റി വണ്ടി. അപ്പം 7 സീറ്റർ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ്. ടയർ വന്നിട്ട് ഒരു 65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലാസ് അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല. ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻ ആണ്. ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എക്സ്റ്റീരിയർ സൈഡ് നമ്മൾ നോക്കിയിട്ട് അകത്തോട്ട് പോകാം. ബാക്കത്തെ ടയർ നോക്കുവാണെങ്കിലും അതും ഒരു 65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് കോർണർ നോക്കുവാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. 2.4G വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങൾ ക്യാമറ എല്ലാം വരുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റ. അതേപോലെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കോർണർ നോക്കുവാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ടയർ നോക്കുവാണെങ്കിലും അതും ഒരു 65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല നീറ്റായിട്ടുള്ള കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അടിപൊളി ഒരു യൂസ്ഡ് ക്രിസ്റ്റ. ഫ്രണ്ടത്തെ ലെഫ്റ്റ് സൈഡ് ടയർ നോക്കുവാണെങ്കിൽ 65% അപ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റിന് ചെറിയൊരു ക്രാക്ക് കൊണ്ടിട്ടുണ്ട്. അത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുമ്പോൾ ബോൾ കൊണ്ടിട്ടായതാണ്. അത് വേണമെങ്കിൽ എടുക്കുന്നവർക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഇതുവരെ 0 ക്ലെയിമിലുള്ള വണ്ടിയാണ്. ആകപ്പാടെ വണ്ടിക്ക് ഒരു മീൻസ് പോരായ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഹെഡ്ലാമ്പിന്റെ ഒരു ചെറിയ ക്രാക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുത്തൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പുതിയ സീറ്റ് കവർ ടോപ്പൊക്കെ നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ല. സെൻട്രലൈസ്ഡ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി സിസ്റ്റം, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 76,663 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ അതും നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 സീറ്റർ ആണ് വണ്ടി വരുന്നത്. അപ്പോൾ ക്രിസ്റ്റ നല്ല വൃത്തിയുള്ള ഒരു യൂസ്ഡ് ക്രിസ്റ്റ നോക്കുവാണെങ്കിൽ പുത്തൻ പുതിയ വണ്ടി പോലത്തെ ഒരു ക്രിസ്റ്റ കിട്ടും. ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് നോക്കാം. കണ്ടോ, ഫുള്ള് കമ്പനിയിൽ നിന്ന് പ്രോപ്പർ സർവീസ് എടുത്തേക്കണ ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് സർവീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓയിൽ ലീക്കേജ് കാര്യങ്ങൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയൊക്കെ അത്യാവശ്യം നല്ല വാലിഡിറ്റി അവൈലബിൾ ആണ്. നീറ്റായിട്ട് എഞ്ചിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റ്. അപ്പോൾ ഒരു പുതിയ ക്രിസ്റ്റ എടുക്കുന്ന പോലെ വിശ്വസിച്ച് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റും. ക്രിസ്റ്റ 7 സീറ്റർ 2017 സിംഗിൾ RC വണ്ടി, 73,000 കിലോമീറ്റർ ഓടിയ വണ്ടി, നീറ്റ് വണ്ടി. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. ഉറപ്പ് പറയാം, ഇതിന് യാതൊരു സാധനങ്ങളും റീപ്ലേസ്ഡ് അല്ല. നല്ല വൃത്തിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വണ്ടി. ദൂരെ നിന്നൊക്കെ എൻക്വയറി എടുക്കുന്നവർക്ക് ഇതിന്റെ ഡിക്കി സൈഡും കൂടി കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണേ. എൻ്റെ വേണ്ട റീപ്ലേസ് ടച്ചപ്പ് ബോഡി വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്കാ നീറ്റായിട്ട്. ഇനി ഡിക്കി കണ്ടില്ല എന്നുള്ള പരാതി പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി കാണിച്ചു തരുന്നത് കേട്ടോ. ഓവറോൾ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ചോദിക്കണ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17,10,000 രൂപയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സർവീസ് ഹിസ്റ്ററിയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.